വയനാട് മീനങ്ങാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF-ന് 2 സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിൽ നിന്ന് KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ് സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടി ലിൻഡോ കെ കുര്യാക്കോസും മത്സരരംഗത്തുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, എങ്ങനെയാണ് ഇങ്ങനെ 2 സ്ഥാനാർത്ഥികൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇന്നലെ തന്നെ ഈ ഒരു പ്രതിസന്ധി നിലവിലുണ്ടായിരുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാവുകയാണ് ഈ പോസ്റ്ററുകൾ. അത് ഒന്ന് ലിൻഡോ കെ കുര്യാക്കോസ് ആണ് അവിടെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സീറ്റ് KSUവിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഗൗതം ഗോകുൽദാസിനാണ് കോൺഗ്രസ് നൽകിയത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇരു കൂട്ടരുടെയും പോസ്റ്ററുകൾ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ സജീവമായ രീതിയിലുണ്ട്. പ്രത്യക്ഷമായ രീതിയിലുള്ള പോസ്റ്ററുകൾ വന്നിട്ടില്ല. കഴിഞ്ഞ 20 വർഷമായി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന സീറ്റാണ് മീനങ്ങാടി ഡിവിഷൻ എന്നുള്ളതാണ് അവകാശവാദം. എന്നാൽ ഇത്തവണ ഏകപക്ഷീയമായി കോൺഗ്രസ് ഈ സീറ്റ് പിടിച്ചെടുക്കുകയും ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തതെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആരോപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മീനങ്ങാടി സീറ്റിലേക്ക് മത്സരിക്കുക എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നത് KE വിനയന്റെ പേരാണ്. അദ്ദേഹം മീനങ്ങാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം മത്സരിക്കുമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടത്. പക്ഷേ അതിനുശേഷം പിന്നീട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും എല്ലാം തന്നെ ഉയരുന്ന സാഹചര്യം പൊതുവെ കോൺഗ്രസിലുണ്ടായി. വിനയൻ പിന്നീട് കൃഷ്ണഗിരി വാർഡിൽ മത്സരിക്കാൻ വേണ്ടി, പഞ്ചായത്തിലേക്ക് വാർഡിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതേ തുടർന്ന് ജഷീർ പള്ളിവേലിനെ ഇവിടെ മത്സരിപ്പിക്കുമെന്നുള്ള തരത്തിലുള്ള ധ്വനികളുണ്ടായി. പക്ഷേ അതും മാറി മറിഞ്ഞാണ് ഒടുവിൽ ഗൗതം ഗോകുൽദാസിന്റെ പേര് ഇവിടേക്ക് എത്തിയത്. ഇതിന് പിന്നാലെയാണ് ലിൻഡോയ്ക്ക് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് അവകാശവാദവുമായി രംഗത്തെത്തിയത്. അവർ ഇന്നലെ DCC ഓഫീസിൽ എത്തിയിരുന്നു, വിശദമായി സംസാരിച്ചിരുന്നു. PJ ജോസഫ് അടക്കം ഇടപെട്ടിട്ട് പോലും സീറ്റിന്റെ കാര്യത്തിൽ ഒരു രമ്യത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇരു കൂട്ടരും UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടുപേരും മത്സരരംഗത്ത് സജീവമായിരിക്കുകയാണ്. ദിൽന. ശരി സുർജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.